ബെല്ലാരിൽ നിന്ന് JSW കമ്പനിയിൽ നിന്ന് ഞങ്ങൾ പെയിൻറ്റ് കയറ്റിയിട്ട് രാത്രി ഒരു 11 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങി. ഇപ്പോൾ ഞങ്ങളിപ്പം ഗൂഡല്ലൂർ കയറാൻ പോവാം. അപ്പോൾ അതിന് തൊട്ട് മുന്നേ ഞങ്ങളിവിടെ പമ്പിൽ കയറി ഡീസൽ അടിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ഡീസലില്ല. എന്ത് ചെയ്യും മല്ലയ്യ? വേറെ ഡീസലില്ലയോ? എന്ത് ചെയ്യും? അങ്ങനെ ഓടുകൊണ്ടി എത്ര കിടപ്പുണ്ട് ഇപ്പോൾ? ഹാഫ് ടാങ്ക് കിടപ്പുണ്ടോ? അത് വെച്ചാൽ ഓടും പോയി പോവോ? നാട്ടിൽ കാണുമോ? ഷിറ്റ്. അപ്പോൾ വിട്ടേക്കാനോ? ആ റേറ്റ് കൂടുതലാണ് ഇല്ലയോ? പക്ഷേ നമ്മൾ ആ ഇന്ത്യൻ ഓയിൽ കയറി അടിച്ചാൽ പോരായിരുന്നു. ആ അപ്പോൾ തിരിച്ചല്ല റിട്ടേൺ ഇന്ത്യൻ ഓയിൽ പോകല്ലോ. ചെക്ക് പോസ്റ്റ് താണ്ടി പോകണം ഇല്ലയോ? ഓ അതൊരു വിഷയമാണ്. ഞങ്ങൊന്ന് വിട്ടേക്കാം. മറ്റേ ഷമീർക്ക് പോയോ? വന്ന് അങ്ങോട്ട് പോവാം. ബാത്റൂമിൽ എല്ലാം പോകണോ? ആ എന്നാ പോ. ഇത് നാട്ടിലോട്ട് വിടാനുള്ള ഉണ്ടല്ലോ, ഹാഫ് ടാങ്ക് ഉണ്ടല്ലോ. ചേട്ടാ ഗൂഡല്ലൂര് ബന്ദിപ്പൂർ കാട്. കാട്ടുപോത്തിനെ കണ്ടു, ആനയെ കണ്ടു. അടുത്ത ആന. ആനപ്പിണ്ടം ഇടുന്നു. ആനപ്പിണ്ടം കാണിച്ചില്ല. മാനുണ്ട്, മയിലുണ്ട്, കാട്ടുപോകുന്നു. ചെറിയ കുട്ടികൾ. ആവശ്യത്തിലധികം നമ്മൾ ആനയെ കണ്ടില്ലേ? കാട്ടുപോത്തിനെയും കണ്ടു. അങ്ങനെ പരിപാടി കാരണം അടച്ചു വെച്ചതാണോ? മസനഗുഡ് വഴി ഊട്ടി. ശരി, ഇതാണ് ബോർഡെല്ലാവരും മറച്ചു വെച്ചത്. ഓ അതുകൊണ്ട് അടച്ചു വെച്ചതാ, അല്ല ഒന്നുമില്ല. ടൂറിസ്റ്റ് വെഹിക്കിൾസ് നോട്ട് അലൗഡ് വിയ കല്ലാട്ടി ഗഡ് റോഡ് ഉള്ളി TN43 അതിൻ്റെ ലോക്കൽ. എൻ്റെ മോനെ സെറ്റ്. പിള്ളേർ പൊളി. നമ്മൾ ഈ റൂട്ട് വന്നതിലേ നമ്മള് ശരിക്കും പറഞ്ഞാൽ ഈ പകല് ഇത്രയും അടുത്ത് നമ്മൾ ഈ കാട്ടുപോത്തിനെയും ആനയൊക്കെ ഇത്ര അടുത്തുള്ള ആദ്യമായിട്ടാണ് കാണുന്നില്ലേ? മാനൊക്കെ പെരുകി നിൽക്കുവോ? എന്നതാ ഇത്? എല്ലാം എന്തായിരുന്നു, എല്ലാം ഏകദേശം റോഡിന്റെ സൈഡിൽ വന്ന് നിൽക്കുമായിരുന്നു അല്ലേ? സാധാരണ രാത്രിയല്ലേ ഇവറ്റാളെല്ലാം ഇങ്ങനെ സൈഡിൽ വന്ന് കാണുന്നത്. ഇപ്പം ഈ നട്ടുച്ചയ്ക്ക് ഇത്ര എണ്ണത്തെ ഇത്ര അടുത്ത് ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. സമയം ഇപ്പം 12:30 ഇനി അടുത്തത് നേരെ ഗൂഡല്ലൂര്. 12:50 സെറ്റ് എന്നതാണോ ഇത്? പിന്നെ ഒരു മുട്ട സാധനം മസിൽ എന്ന് പറഞ്ഞ അതാ മസിൽസ് ഇല്ലയോ? എന്നതാടോ അത്?
എന്തോടോ സാധനം? എന്നാ എന്തോടോ അത്? ഹെവി സാധനം. ഒന്നുമില്ല, പിടിച്ചാന്റെ കശത്ത് വെച്ച് 2 ഓടം അടയ്ക്കാന്നേ ഉള്ളൂ. നമ്മളത് കമ്പൂരിട്ട് കളിക്കുന്നുണ്ടോ ചെറുത്? അതോ ഒറ്റയ്ക്ക്? അതാ പറഞ്ഞേ. ഈ വീട്ടിലൊക്കെ ആൾക്കാർ താമസിച്ചത് വന്ന വഴി തിരിച്ചു പോയി. നമ്മൾ കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഇവിടെ നല്ല മഴയായിരുന്നു. നമ്മള് ഗൂഡല്ലൂർ എത്താറായി. ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. ഏകദേശം അടുക്കാറായി. എത്രണ്ണോടോ? മൊത്തം ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു നാക്കെടുത്തില്ല. അപ്പോഴത്തേക്ക് മറ്റേ ചാട്ടം ചാടി. നോടാ മരത്തിന് മണ്ടയ്ക്ക് നോക്കടാ. മരത്തുണ്ടോ? നമ്മൾ നമ്മുടെ ഗൂഡല്ലൂർ ടൗണിലേക്ക് ഇറങ്ങി പോവാ. നല്ലൊരു കാലാവസ്ഥ അല്ലേ? ആ മഴയ്ക്ക് തൊട്ട് മുന്നുള്ളൊരു കാലാവസ്ഥ. സമയം ഇപ്പോൾ കറക്റ്റ് 1 മണി 1:30. എത്ര മണിയാടാ? 1:38. 1:30 കഴിഞ്ഞ്. പക്ഷെ നല്ല കാറ്റും കോളും മഴക്കോളുമായിട്ടൊക്കെ നിൽക്കുക. നല്ല ക്ലൈമറ്റ്, നല്ല അന്തരീക്ഷം, നല്ല തണുപ്പുണ്ട് അല്ലേ? നല്ല കാലാവസ്ഥ. അതെ അതെ. ഇപ്പം ഈ ഗൂഡല്ലൂര് ബന്ദിപ്പൂര് റൂട്ടൊക്കെ ഇപ്പം യാത്ര പോകാൻ പറ്റുവാണെങ്കിൽ സൂപ്പർ ക്ലൈമറ്റ് കേട്ടോ. അടിപൊളിയാണ്. ഇപ്പം ഈ ക്ലൈമറ്റിൽ പോകണം. നൈസാണ്, അടിപൊളിയാണ്. ഉച്ചയ്ക്ക് തന്നെ പോകാം. ഉച്ചയ്ക്ക് തന്നെ നല്ല രസം ഇവിടെ കാണാം അല്ലേ? ഉച്ച ടൈമിൽ അടിപൊളിയാണ് ഇവിടെ. നല്ല രസമുണ്ട്. ഇപ്പോൾ നല്ല തണുത്ത കാറ്റുമുണ്ട്, നല്ലൊരു കാലാവസ്ഥ. കണ്ടോ കാലാവസ്ഥ? ഉണ്ടോ? കണ്ടോ എന്ത് ഭംഗിയാ കാണാൻ? കണ്ടോ? യെസ്. അപ്പൊ അങ്ങനെ ഗൂഡല്ലൂർ ടൗൺ കയറി. ഇനി നേരെ വഴിക്കടവ് ചെന്നിട്ട് വേണം എവിടെയെങ്കിലും സൈഡാക്കി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കണം. റെസ്റ്റ് എടുത്ത് വെള്ളം ഉണ്ടെങ്കിൽ അവിടെ വല്ലതും കുളിക്കാൻ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് കുളിച്ച് റെസ്റ്റ് എടുത്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വേണം പോകാൻ. അങ്ങനെയാണ് പ്ലാനിങ്. ആണ് ഗൂഡല്ലൂർ ബസ് സ്റ്റാൻഡ്. ഗൂഡല്ലൂർ ബസ് സ്റ്റാൻഡ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കി. ഗൂഡല്ലൂർ ടൗണ്. ഇപ്പോഴത്തെ ക്ലൈമറ്റിന് വരാൻ പറ്റിയ സ്ഥലമാണ്. ഇപ്പോഴാണ് വരേണ്ട ഈ റൂട്ട്. സത്യം പറഞ്ഞാൽ ഈ മഴയ്ക്ക് നല്ല തിരക്കുണ്ട്. കണ്ടോ? ഇത് ഇപ്പം കറക്റ്റ് 1:30 ടൈമാണ്. 1:30, 1:45, 2 മണിക്കുള്ളിലുള്ള സമയം ഇത്. അവിടെ കാലാവസ്ഥ ഉണ്ടോ നോക്കി? നല്ല തണുപ്പുമുണ്ട്. ഈ നട്ട് ഉച്ചയ്ക്ക് ഇത്രയും തിരക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പം വൈകുന്നേരം ഇപ്പം എന്തുമായിരിക്കും ഇവിടെ? കണ്ടോ തിരക്കുണ്ടോ? നോണാക്കാണ് സിഗ്നലിൽ നിന്ന് നമുക്ക് റൈറ്റ്. ആ സിഗ്നലിൽ നിന്ന് നേരെ പോകുന്നത് ഊട്ടിക്കാണ് പോകുന്നത്. നേരെ നമുക്ക് സിഗ്നലിൽ നിന്ന് റൈറ്റ് ഇറങ്ങി പോകും. തിരക്ക് കണ്ടോ റോഡിൽ?
നമ്മളിവിടെ അല്ലേ നമ്മൾ കഴിഞ്ഞ വട്ടം നമ്മൾ വണ്ടി രാത്രി ഞങ്ങൾ രാത്രിയില്ലേ ലോഡുമായിട്ട് വന്ന് വണ്ടി ഇവിടെ നിർത്തിയിട്ടപ്പോഴത്തേക്ക് പോലീസുകാർ വന്ന് ഞങ്ങളെ വിളിച്ചോണ്ട് ഞങ്ങൾ ഭക്ഷണമൊക്കെ മേടിച്ചു തന്നു. ഇവിടുത്തെ കടകളെല്ലാം കൊണ്ടുപോയി കയറ്റി ലാസ്റ്റ് ഒരു ഹോട്ടൽ അടച്ചിട്ട് അവർ ക്ലോസിങ് ടൈം ആയിരുന്നു. ക്ലോസ് ചെയ്ത് എല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പം ഞങ്ങളെ കൊണ്ട് പോലീസുകാർ വന്ന് നിർത്തിയപ്പോഴും അവർ ചോദിച്ചു എന്താ സാറേ, അവൻ പറഞ്ഞ് ഭക്ഷണം കഴിഞ്ഞു വന്നു. അപ്പോൾ അവർ പറഞ്ഞില്ല ഞങ്ങൾ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് അവർ വീണ്ടും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്നു. ആ പോലീസുകാർ അത് നല്ല സാധാരണയുള്ള പോലീസുകാരായിരുന്നു. ഇവിടുത്തെ SI അല്ലായിരുന്നോ? ഗൂഡല്ലൂർ SI അല്ലേ? ആ ഗൂഡല്ലൂർ SI. അതുകൊണ്ട് അവർ പറഞ്ഞ് നിങ്ങൾ ലോറി യാത്ര ചെയ്യുന്നവരാ, നിങ്ങൾ ഭക്ഷണം കഴിക്കണം, നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ ജീവിക്കുന്നത്, എന്താ വന്നാലും എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഭക്ഷണം മിസ് ചെയ്യരുത്, കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിച്ചേക്കണം, നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി ജീവിക്കുന്നതെന്ന് പറഞ്ഞു. സെറ്റ് ഡയലോഗ്. ഇവിടെ നിന്ന് റൈറ്റ് ആണ്, നേരെ പോകുന്നത് ഊട്ടി. ഇനി താഴോട്ട് ഇറക്കുക. ഒരു അടിപൊളി വലിയൊരു ടൗണാണ്. എന്ത് തിരക്കാന്ന് നോക്കി. ഒരു വണ്ടി കൊണ്ട് വന്നാൽ പോലും, ഒരു കാർ കൊണ്ട് വന്നാൽ പോലും നമുക്കിവിടെ ഒന്ന് പാർക്ക് ചെയ്യാനോ എടുക്കാനോ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നല്ല തിരക്ക്. ഇത് ഉച്ച സമയത്ത് തിരക്കായിരുന്നു. യെസ്, നമുക്കിവിടെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. അവിടെ വണ്ടി നിർത്തിയിടുക. നമ്മൾ ബ്രേക്കൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഈ റൂട്ടൊക്കെ വരുമ്പോൾ നമ്മളിവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ ആ പരിപാടിയൊക്കെ ഒന്ന് നോക്കിപ്പിച്ച്, ബ്രേക്ക് ഒന്നും ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. ബ്രേക്ക് യൂസ് ആയിട്ടുണ്ടോ? ഒന്ന് ചെക്ക് ചെയ്തേക്കാം. എന്നിട്ട് നമുക്ക് മെയിനായിട്ട് ഇവിടെ നിർത്തുന്ന ഉദ്ദേശം വേറൊന്നുമല്ല. നമുക്ക് ഹെഡ്ലൈറ്റ് ബൾബ് നല്ല വെട്ടക്കുറവുണ്ട്. ഇപ്പോൾ മഴയും കൂടെ ഒക്കെ പെയ്യുന്നതുകൊണ്ട് വെട്ടക്കുറവ് നല്ല ഇതുണ്ട്. അപ്പോൾ നമുക്ക് അവിടുന്ന് 2 ബൾബ്, നമ്മൾ അന്ന് ബെൻസിന് മേടിച്ചിട്ടതുപോലെ 2 ബൾബ് വെക്കുവാണെങ്കിൽ ഇതിനൊന്ന് മാറണം. അപ്പം ബൾബ് മാറിയിട്ട് ബാക്കി അങ്ങ് മൂവ് ചെയ്തേക്കാം. അതിനൊന്ന് ഹെഡ്ലൈറ്റ് ആ സെയിം ബൾബ് ഇല്ല, നമ്മുടെ അപ്പുറത്ത് വർഷോപ്പിൽ നിർത്താം. ഒന്ന് ബ്രേക്ക് ചെക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇട്ടേ ബ്രൈറ്റ് ഇല്ല. ബ്രൈറ്റ് മാത്രം മാറാൻ. ഇത് വേണ്ടി ഇതിൻ്റെ പഴയ സ്റ്റോക്കാണ്. ഇത് നല്ല റണ്ണിങ് കണ്ടീഷനാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിട്ടെ, ബ്രൈറ്റ് ഇട്ടേ. ഓക്കെ, സെറ്റ്. പൈസ ഉണ്ടോ ഇത് കൊടുക്കാനോ? ഈ നമ്മുടെ ബ്രൈറ്റാ പോയത്, കംപ്ലൈൻ്റ് ആയത്. ബ്രൈറ്റ് വേണ്ടി ഇത് രണ്ടും, സോറി രണ്ടെണ്ണം അല്ല, ഇത് മാത്രം കംപ്ലൈൻ്റ് ആയി. അപ്പം ഇതും നമ്മൾ മാറിയിട്ടുണ്ട്. അപ്പോൾ 2 ബൾബിനും കൂടെ 650 രൂപ, 2 ബൾബിനും കൂടെ 650 രൂപയായി. പിന്നെ പണിക്കൂലി 120 രൂപ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് വിടുക. നമ്മൾ വഴിക്കടവ് എത്താറായി. താഴെ
വീടുകളാ, ഷെഡ് പോലെ അടിച്ച് കണ്ടോ, ഷീറ്റ് പോലൊക്കെ ഇട്ട് വീടാ. ഓയ് 2, 4, 6 നെല്ലിക്ക. ഇതാ മറ്റേ പൈനാപ്പിൾ ഇല്ലേ? ആണോ? എന്നാൽ ഇതുപോലെ ഒരു 8 എണ്ണതാ. എട്ട് 10 ഇട്ടു കേട്ടോ. ഒരു 10 ആയിരിക്കും. ആ ഇതുകൂടെ വെള്ളം ഒടിച്ചിട്ട് ഒഴിച്ചേ. വെള്ളം ഒഴിച്ചു. നമ്മുടെ സ്ഥിരം ഇടയ്ക്ക് വന്ന് കയറുന്ന പമ്പ് ഇത്. നമ്മുടെ എവിടായി? നാടുകാണി. യെസ്, പോം. അവിടെ വെള്ളം നാടുകാണിയിൽ അവിടെ കാണാൻ പറ്റുന്നില്ല. ലെഫ്റ്റ് ഓക്കെ എടുത്തെടുത്തു. ഇത് നാടുകാണി ചുരം കയറി വരുമ്പോൾ ആകെ ഉള്ള ഒരു പെട്രോൾ പമ്പാണ് ഇത് കേട്ടോ, ഇന്ത്യൻ ഓയിലിന്റെ. ചെക്കിങ് ആണോ? ടയർ പഞ്ചറായതാണോ? അല്ല, ചെക്കിങ് ഒന്നും അല്ലല്ലോ. ചെക്കിങ് അത് വണ്ടി. എടാ, അത് ചെക്കിങ് ആണോ അതോ ടയർ പഞ്ചറായതോ? ആണോ? ടയർ പഞ്ചറായതോ? പോട്ടെ. ലെഫ്റ്റ് ഒക്കെ ഇടും. ലെഫ്റ്റ് എടുത്തോ. ഇവിടെ എന്തിനാ ഈ കാറിനൊക്കെ ഇങ്ങനെ വണ്ടിക്ക് ടോൾ പിരിക്കുന്നത്? അതിനു വേണ്ടിയുള്ളതാണോ? നേരത്തെ നമ്മുടെ ലോറിയിൽ നിന്നും എടുക്കുമായിരുന്നല്ലോ പൈസ. ഇപ്പൊ ഇല്ലല്ലോ പരിപാടി. ഏടാ, നേരത്തെ വന്ന സമയത്ത് നമ്മൾ ആദ്യം വന്ന സമയത്ത് കൊടുക്കുമായിരുന്നല്ലോ. 50 വെച്ചങ്ങാണ്ടല്ലേ? 30 അല്ലേ? ആ, കാറിന് എത്ര? 20? 10, 20 എങ്ങാണ്ടേ. ഇപ്പൊ ഇല്ല. നേരത്തെ നമ്മൾ കൊടുക്കുമായിരുന്നു, ഇപ്പൊ കൊടുക്കത്തില്ല. എന്തിനാത്? കാഴ്ചക്കാർക്ക് മേടിക്കുന്നു, നമുക്ക് ലോറിക്കാരന് മേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ കാറിൻ്റെ ഒന്നും അങ്ങനെ മേടിക്കേണ്ട കാര്യമുണ്ടോ? നമ്മളെ നാടുകാണി ചുരം. നല്ല മഴയുടെ കോളും ഉണ്ട്. മഴ പെയ്യുമെന്ന് അറിയത്തില്ല, പക്ഷെ ഇളം വെയിലും ഉണ്ട്. നല്ല കാലാവസ്ഥ. നിഫാദിനെ എവിടെ നമുക്ക് ഇറക്കി വിടണ്ടേ? നിലമ്പൂര്. നമ്മുടെ കോഴിക്കോട് ചെക്കനെ നമുക്ക് കോഴിക്കോട് വിടാൻ. നിലമ്പൂര്. എടാ, അല്ല, വഴിക്കടവിൽ നിന്ന് നിനക്ക് പോകാൻ പറ്റുമായിരുന്നല്ലോ. വഴിക്കടവിൽ നിന്ന് പോകാൻ പറ്റുമായിരുന്നല്ലോ. നിലമ്പൂര് പോയിട്ട് പോകാം അല്ലേ? വന്നത് അങ്ങനെയാണല്ലോ. അല്ലേ, വന്നത് നിലമ്പൂരല്ലേ? അപ്പം എവിടെ? KSRTC സ്റ്റാൻഡിന്റെ അവിടെ തന്നെ ഇട്ടാൽ മതിയല്ലോ. അവിടുന്ന് ഡയറക്റ്റ് കോഴിക്കോട് ബസ് ഉണ്ടോ? നോക്കാം.
ഇവിടെ നമ്മളെ കുളിക്കുന്ന സ്ഥിരം സ്പോട്ടിൽ വെള്ളം കാണൂടാ? വെള്ളം കുളിക്കല്ലേ? വെള്ളം കാണാനും ചാൻസ് കുറവായിരിക്കും. ചുണ്ടേ നല്ല തണുത്ത വെള്ളത്തിൽ ഒന്ന് കുളിച്ചിട്ട് പോവാം. ഈ വളവിന്റെ ഇവിടെ ഞങ്ങളുടെ മുന്നേ ഓവർടേക്ക് കയറി പോയ ഒരു ലോറി കട്ടയായിട്ട് വന്നതാ. ഈ വളവിൽ വന്ന് മറിഞ്ഞ്. എത്ര മണിക്കൂർ ഞങ്ങൾ അവിടെ കിടന്നറിയോ? എത്ര മണിക്കൂർ പോസ്റ്റ് കുറച്ചുകൂടി സ്റ്റോറേജ് വെള്ളം എങ്ങനെയാവും കാണിക്കട്ടെ? വേണ്ട വേണ്ട. എന്നാലും ഈ റോഡ് ശരിക്കും ബൈക്കിലും അങ്ങനെ എന്തിൽ വന്നാലും നല്ല ഇങ്ങനെ എല്ലാരും ഇപ്പൊ റെഡിയാക്കിയതാന്ന് തോന്നുന്നു. ഈ റോഡ് ഇപ്പൊ റെഡിയാക്കിയ റോഡാ. ഇതിപ്പം ഇത് ബോർഡർ കഴിയുമ്പോഴത്തേക്ക് കേരള ആകുമ്പോഴത്തേക്ക് പിന്നെ അങ്ങോട്ട് റോഡ് മോശം തോന്നുന്നു അല്ലേ? നല്ല റോഡാ. ശരിയാ, നല്ല റോഡ് തന്നെ, കുഴപ്പമില്ല. ഇതായിരുന്നു പന്ന റോഡ്. അവിടെ ഇതിപ്പോ ക്ലിയർ ആക്കിയതാ. ശരിയാ, ഇപ്പൊ നല്ല റോഡായി. ഇപ്പൊ നല്ല ഇതായി. നേരത്തെ ഭയങ്കര അലമ്പായിരുന്നു, ഇപ്പൊ നല്ലതായി. വൈകിട്ട് മഴ പെയ്യുമായിരിക്കും അല്ലേ? ഏതാ ആണ്. പക്ഷെ നമ്മൾ അന്ന് വന്നപ്പോൾ ഇവിടെ നല്ല കോടമഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. ഈ വണ്ടിയായിട്ട് ഞങ്ങൾ വന്ന സമയത്ത് നല്ല കോടമഞ്ഞായിരുന്നു ഫസ്റ്റ് ടൈം. അത് ഫസ്റ്റ് ടൈം ഇല്ലേ? ഈ വണ്ടിയായിട്ട് വന്ന ഫസ്റ്റ് ടൈം ഭയങ്കര കോടമഞ്ഞായിരുന്നു. ഇവിടെ ഒന്നും കാണത്തില്ലായിരുന്നു. സൂപ്പർ സൂപ്പർ. ഓണം മാറ്റി പിടിച്ചേ. യെസ്. അപ്പോൾ ഒരു കുളിയും തേവാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നാടുകാണി ചുരം അതൊക്കെ ഇറങ്ങി പോവാ. എന്തുവാ വണ്ടി ഫ്രണ്ടിൽ കൊണ്ട് വെച്ചിട്ട് റോഡിന്റെ നടുക്ക് വണ്ടി കൊണ്ട് അറ വെച്ചിട്ട് ഞങ്ങൾ ഓർക്കുന്നത് ആരാടാ ഇത്ര ധൈര്യത്തോടെ വണ്ടി വെട്ടം വെക്കുന്നത്? ഒരു ഉടക്കെയുള്ള ടൂൾസ് എടുക്കുമായിരുന്നു ഞങ്ങള്. അല്ല, നമ്മൾ ഈ കായ തന്നെയല്ലേ നമ്മള് മൈസൂർ വെച്ച് കണ്ടത്? നമ്മൾ അങ്ങോട്ട് പോകാൻ നേരത്തെ കണ്ടേ. ഓ, സുൽത്താൻ വണ്ടിയുടെ ഓണർ അല്ലേ? ഞാൻ ആദ്യം വളവ് തിരിഞ്ഞപ്പം ഇങ്ങോട്ട് നോക്കുന്നത് കണ്ടു. ഞാൻ കണ്ടു. അപ്പൊ ഞാൻ വിചാരിച്ചെന്താ അറിയോ, അപ്പൊ അവിടെ വണ്ടി സൈഡാക്കിയിട്ട് കിടക്കാനോ അല്ലെ കുളിക്കാനോ എല്ലാം സൈഡ് റിവേഴ്സ് എടുക്കാൻ വേണ്ടിയാണെന്ന് വിചാരിച്ചേ. പിന്നെ വണ്ടി കുറെ നേരം ഒന്നുമില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു റിവേഴ്സ് ഇടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരിക്കും. ഇത് ഇങ്ങോട്ടാ പോയതാണല്ലേ? ആണല്ലേ? അന്ന് മറ്റേ ആൾട്ടിങ് കുറെ ആയ വണ്ടി അതല്ലയോ പൈപ്പിന്റെ? ആനയാടുന്നു താഴോട്ട്. മുളക്കകത്ത് ചാടി ചവിട്ടി താഴെ ചാടും.
അത് അവിടുന്ന് താഴെ നിന്ന് വലിച്ച് മേപ്പോട്ട് പൊങ്ങി വരും. ഇതപ്പം മനുഷ്യന് പൊട്ടിക്കുന്നതല്ലല്ലേ ഈ മുളയൊന്നും? എവിടെയായിരുന്നു സ്ഥലം? എവിടെയായിരുന്നു? വഴിക്കടവില്. ആ യെസ്, നമ്മളെ വഴിക്കടവ്. ഈ ഒരു ബെൻഡേ ഉള്ളൂ നമുക്ക് ആകെ ഉള്ളൊരു ബെൻഡ് വഴിക്കടവിൽ. ഈ ഒരു ബെൻഡ്. പക്ഷെ ഞാനിവിടെ കോട ഉണ്ടാവുമെന്ന് വിചാരിച്ച്. മഴയില്ല. പക്ഷെ നമ്മൾ എന്തായിരുന്നു ഇവിടൊക്കെ നിന്നപ്പോൾ നല്ല കോട ഉണ്ടായിരുന്നു അല്ലേ? എവിടെ? നാടുകാണി. നാടുകാണിയല്ല, ഗൂഡല്ലൂര് വന്നപ്പോൾ നല്ല കോടയൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങോട്ടില്ല. ഇങ്ങനെ പോകുന്നത് വണ്ടി പോയെന്നുണ്ട് പോകല്ലേ? ആണ് നമ്മുടെ വണ്ടി പോകഞ്ഞു. ഇനി തണുക്കണം. അപ്പോൾ ഇനി ഇവിടുന്ന് പെട്ടെന്ന് പോക്ക് നടക്കത്തില്ല. ഉണ്ട്, ചൂടായി, പുക വന്നു. അപ്പോൾ ഇനി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഒരു 1/2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടി എടുക്കാം. അല്ലല്ല, ബ്രേക്ക്. ലൈനർ ചൂടാവുന്ന. ഞാൻ അങ്ങനെ ഒരു ചായ അടിച്ചിട്ട് വരുമ്പോഴത്തേക്ക് ഇതാവും. എനിക്കറിയില്ല. ഇവിടെ ഇപ്പം എന്തായി? സെറ്റായോ? സീനില്ല. നമ്മുടെ ചാവക്കാട് ആയപ്പോഴത്തേക്ക് കണ്ട് ഇപ്പം നമ്മുടെ ഫ്രണ്ടിൽ പോയ വണ്ടി. എവിടുന്ന്? അവിടുന്ന് ഒന്ന് അടിച്ച് ഞങ്ങളുടെ ഫ്രണ്ട് കൂടി ഒരു പോകുന്നുണ്ട്. നോർമൽ സ്പീഡിലാണ് പോണേ. ഡേഞ്ചർ പോക്കൊന്നല്ല പോയത്. ഇനിയിപ്പോൾ നാളെ ന്യൂസിനകത്ത് വരും. നല്ല സ്പീഡ്, ഓവർ സ്പീഡ് വന്ന് ഇടിച്ചെന്ന് പറഞ്ഞേ വരുത്തുള്ളൂ. കണ്ട് ഇവർ ഇവിടെ ഇത്രയും റോഡ് നല്ലതായിട്ട് വന്നിട്ട് ഇവിടെ ഒന്നും ഒരു ലൈറ്റോ ഒരു റിഫ്ലക്ടറോ ഒന്നും വെച്ചിട്ടില്ല. ആ കാർ ആക്സിഡൻറ്റ് പറ്റി അതിൻ്റെ ഫ്രണ്ടിൽ പോയ ചേട്ടനാ ആരാ പറഞ്ഞ അവർ നോർമലായിട്ട് പതുക്കെയാണ് വന്നതെന്ന്, വലിയ സ്പീഡില്ലായിരുന്നു. കഷ്ടം. സൈഡ് മൊത്തം പോയി. ഇതാകുമ്പോൾ പോകുമ്പോൾ ഒരു കുഴപ്പം, അവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ.
സമയം എത്ര മണിയായി? 12 മണിയാവും. അവിടെ അത്രയും നല്ല റോഡ് വന്നിട്ട് ഈ ബോധമില്ലാത്തവന്മാർ അവിടെ റിഫ്ലക്ടറോ കാര്യങ്ങളോ ഒന്നും വെക്കാതെ. ഏതാ ആ കല്ല്? അതാ ആ കൊല്ല് കോൺക്രീറ്റിന് ആ കല്ല് നീങ്ങി. കാരണം ആ വണ്ടിയുടെ തൊട്ട് മുന്നേ വന്ന ഒരു കാറുകാരൻ ആ ചേട്ടനോട് വണ്ടി നിർത്തി. പുള്ളി പറഞ്ഞു അല്ല അവർ നോർമൽ അവരുടെ ഫ്രണ്ടിലാണ് പോയത്, അവർ വലിയ സ്പീഡില്ലായിരുന്നു, നോർമലിലാണ് പോയത്. ഇനിയിപ്പം നാളെ ഇനി ന്യൂസിനകത്തോ ഇനി നാളെയൊക്കെ ഇനി എന്തായാലും നാളെ നേരം വിളിക്കുമ്പോഴത്തേക്ക് എന്തായാലും ഇനി വരും. അപ്പം എല്ലാവരും പറയും ഓവർ സ്പീഡ് വന്നാന്ന് പറയും. കണ്ടോ വണ്ടി വരുന്നുണ്ടോ? കണ്ടോ അവിടെ ഒരു റിഫ്ലക്ടറോ കാര്യങ്ങളോ ഒന്നുമില്ല. കണ്ടോ അവിടെ തൂണൊക്കെ ഇരിക്കുക. ഒരു വണ്ടി ഇത്രയും നല്ല റോഡ് കാണും, ഇത്രയും നല്ല വീതിക്ക് വന്നിട്ട് ഒറ്റയടിക്ക് വരുമ്പോൾ അവിടെ ഫുള്ള് ബ്ലാങ്കാ. ഒരു റിഫ്ലക്ടറോ ഒരു ലൈറ്റോ കാര്യങ്ങളോ ഒന്നും അവിടെ വെച്ചിട്ടില്ല. ബോധമില്ലാത്തമാര് പണി ഉണ്ടാക്കിയിട്ടിരിക്കുക. വണ്ടി ഫുള്ള് പോയില്ലേ? അതുകൊണ്ടാ എന്തിനും പറ്റുമായിരുന്നെങ്കിലോ. ഇപ്പം ആ വണ്ടിയുടെ ഫ്രണ്ട് മൊത്തം അത്രയും പോയി. സൈഡ് എന്താ പറയാ പോക്കൃത്തർ. ശരി.